മൈക്കിൾ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? എടുത്ത് കഴിക്കുന്നേ. മാധവൻ, ആക്ച്വലി ഇതാദ്യമാണല്ലോ ഒരു ടേബിളിന് ചുറ്റും നമ്മളിങ്ങനെ ഇരിക്കുന്നേ. ഒന്നെങ്കിൽ നീ എന്നെ ചേസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചേസ് ചെയ്യും. ഇതിപ്പോ എന്റെ മോന്റെ കാര്യം ആയതുകൊണ്ടൊന്നും മാത്രമാണ്. ഇല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവും, കാരണം സെയിം സിറ്റുവേഷൻ ആണ് എനിക്കും. ഞാൻ എന്റെ മോളുടെ കാര്യം ആയതുകൊണ്ട് മാത്രമാണ്. എന്റെ ഫാമിലി ഡീറ്റെയിൽസ് പുറത്താക്കുക അറിയാറില്ല. നീയായിട്ട് അത് പുറത്തിറക്കിയ ഞാൻ പറയണ്ടല്ലോ പിന്നെ എന്ത് സംഭവിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. അവർ നമ്മളെ വിശ്വസിക്കുന്നു, നമ്മൾ അവരെ വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. എന്തായാലും മോളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല സുന്ദരിയാട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ മൂത്ത കുട്ടിയെ ഇവിടെ ഇങ്ങനെ നിർത്തി ഇവളെ വിവാഹം കഴിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ ഇനി അനുവിന്റെ വിവാഹം ചേച്ചിയുടെ ഒപ്പമാണോ? എന്താ നിങ്ങളുടെ പ്ലാൻ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവക്ക് ടൈം ആവുമ്പോ അവൾ വിവാഹം കഴിക്കട്ടെ. ഇപ്പൊ ഇവളുടേത് അതാ പ്ലാൻ. സത്യം പറഞ്ഞ ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചതാ അമ്മ. ഞാന് ഇപ്പൊ കഴിക്കുന്നില്ല, കുറച്ചൊന്ന് കഴിയട്ടെ. ഞാൻ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് 1-2 വർഷം കളഞ്ഞു. അതുകൊണ്ട് എന്റെ ജേർണലിസം അത് പാതി വയ്ക്ക് നിൽക്കുക. 1-2 എക്സാം കൂടി ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ. ആ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പ്രാക്ടിക്കലും കഴിഞ്ഞിട്ട് വേണം എനിക്കാരെങ്കിലും തലയിൽ കയറി ഇരിക്കാൻ. അതുവരെ എനിക്ക് റെസ്റ്റാ. സോ അതാണ് എന്റെ പ്ലാൻ. അതെന്തായാലും നന്നായി. മൂത്ത കുട്ടിയുടെ വിവാഹം ആദ്യം കഴിപ്പിക്കണമെന്ന് എവിടെ നിയമമല്ല. നിന്റെ ഡിസിഷൻ എന്തായാലും കലക്കി. പിന്നെ ചെക്കനും പെണ്ണും വേണമെങ്കിൽ കുറച്ചു നേരം സംസാരിച്ചോട്ടെ. അതാണല്ലോ അതിന്റെ വഴക്കങ്ങള്. അത് നമ്മളായിട്ട് തെറ്റിക്കണ്ട, അല്ലേ? ഓക്കെ അമ്മ, എന്നാ ഞങ്ങളൊന്ന് കം ലെറ്റ്സ് ഗോ. ഇവളിങ്ങനെ ആളെ കണ്ടെത്തി വരുന്നു എനിക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവളുടെ വിവാഹം 24-ാം വയസ്സിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ 34 പാടുള്ളൂ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് നടത്തേണ്ടി വരും. പെട്ടെന്നാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ബട്ട് എന്റെ കൃതികമോക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, അതിനവൾക്ക് പോകണം. അത് കഴിഞ്ഞാൽ ഒരു 6 മന്ത് കഴിഞ്ഞാൽ അവൾ തിരിച്ചു വരൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എൻഗേജ്മെന്റ് അങ്ങ് നടത്താം. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞിട്ട് നല്ല ഗ്രാൻഡായി വിവാഹം നടത്താം. എന്ത് പറയുന്നു മാധവൻ? ഓക്കെ, ഐ അഗ്രി വിത്ത് യു. അല്ല, നമ്മളിപ്പോ എന്താ സംസാരിക്ക? പൊതുവെ നമ്മളൊന്നും സംസാരിക്കുന്നല്ലേ. ഇന്നായിട്ട് ഇപ്പൊ എന്താ സംസാരിക്കാൻ? ബട്ട് ഇന്ന് സ്പെഷ്യൽ ആണ്. വിത്ത് പെർമിഷനോട് കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ലയ അല്ലെ, ഞാൻ തന്നെ ഡാൻസ് കണ്ടിരുന്നു ക്ലബിൽ നിന്ന്. ഞാൻ സൂര്യ, അനുവിന്റെ സോൾമേറ്റ് ആണ്. ആ, എനിക്കറിയാം. തന്നെ കുറിച്ച് ഒരുപാട് അനു പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ കാണുന്നു കരുതിയതാ. സോ നൈസ് ടു മീറ്റ് യു. തനിക്കൊരു കാര്യം അറിയോ, എന്റെ സോൾമേറ്റും അതുപോലെ തന്നെ എന്റെ ചേട്ടനും ഭയങ്കര റൊമാൻറ്റിക്കാ. കാണിച്ചു തരണോ ഞാൻ തനിക്ക്? ആണോ? റൊമാൻറ്റിക് ആണോ? ആയാ നല്ലത്. ബട്ട് അതെങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുക? അതിനല്ലേ ഞാൻ, എനിക്ക് തന്നെ പണി. എന്റെ കൂടെ വായോ, ഞാൻ കാണിച്ചു തരാം. ആ, താൻ പറഞ്ഞത് ശരിയാ. ഈ സംസാരത്തിന് ഇത്തിരി സ്പെഷ്യൽ ഉണ്ട്. കാരണം നമ്മുടെ പേരൻസിന്റെ പെർമിഷനോട് കൂടിയല്ലേ. നമുക്കിനി എല്ലാത്തിനും പെർമിഷൻ കിട്ടാൻ പോവാന്നേ. എന്നാ നമുക്ക് പോയാലോ? അവരെ നമ്മളെ വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞിട്ടുണ്ടാവും. സോ സോ ആരെങ്കിലും കയറി വന്നാലും മോനും പോകില്ലേ? താനിവിടെ നിൽക്ക്, ഞാൻ തനിക്ക് സ്ട്രോബറി കൊണ്ടുവരാം. അതായിരിക്കും നമുക്ക് സംസാരിച്ചുകൊണ്ട് അത് കഴിക്കാം. ഇല്ലെങ്കില് ആകെ മാനം പോകും. ഞാനൊരു മണിക്കൂറായി എന്തെങ്കിലും കഴിച്ചിട്ട് ആ സാരി എടുക്കുന്ന തിരക്കിലായിരുന്നേ. ഇവിടെ നിൽക്കേ, ഞാൻ കൊണ്ടുവരാവേ. സ്ട്രോബെറി അത് നീ തന്നെ കഴിച്ചാൽ മതി. എനിക്ക് വേണ്ടത് ഞാൻ കഴിച്ചോളാം. ഇത്രക്ക് റൊമാൻസോ? താനിതെന്താ ഇതൊന്നും കണ്ടിട്ട് ഞെട്ടാത്തേ? എപ്പോഴും നെട്ടാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇവർക്ക് ഇത് തന്നെയല്ലേ ഹോസ്പിറ്റൽ പണി. ഹായ്. എന്നാലും എന്റെ അനു, ഞാൻ നിന്നെ സമ്മതിച്ചു. നിന്റെ സ്ട്രോബറി ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്യുന്ന കാണുന്നേ. ലൈ നെട്ടിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ നെട്ടുന്ന്. കാരണം അവർ അത്രക്ക് റൊമാൻസാ. സമയം കിട്ടുമ്പോ ആ ഹോസ്പിറ്റലിലേക്കൊന്ന് ഇറങ്ങും. അവിടെ കാണാം അവരുടെ 2 പേരുടെയും കളിയും ചിരിയും. ഹോ, എനിക്ക് വയ്യ. അയ്യേ, ഇവരിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഈ ചെകുത്താനെ കൊണ്ട്. അനു, പ്രാകണ്ട, ഞാനെല്ലാം കേൾക്കുന്നുണ്ട്. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നേ. എന്നാലും സൂര്യ, ഇവിടെ ഞാൻ സമ്മതിച്ചു.
പക്ഷേ എന്റെ അളിയനുണ്ടല്ലോ, അളിയനും മോശമല്ല, ഒരു മാഫിയ ഡോണല്ലേ ഇവിടെ കിടന്ന് ഇങ്ങനെ സ്ട്രോബെറി കഴിക്കുന്നേ. ഞാൻ വരട്ടെ, എനിക്ക് പോയിട്ട് ഇത്തിരി പണിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതെന്താ? നിങ്ങളോ രണ്ടുപേരും സിംഗിളായി മാറി നോക്കി നടക്കുന്നു. പ്രേമിക്കുന്നവരെങ്കിൽ പ്രേമിക്കാനും സമ്മതിക്കൂല. നിങ്ങൾ രണ്ടുപേരും മാറിത്തരൂ. ഓ, ഇപ്പൊ നമ്മളായ കുറ്റക്കാര്. വാടാ സൂര്യ, നമുക്ക് പോ, ഇവളുടെ വായില്ലത് കേൾക്കാതെ. ആഹാ, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂട്ടായോ? അതെ അനു, എനിക്കൊരു കാര്യം പറയാണ്ട്. നീ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം. എനിക്ക് തന്റെ ചേച്ചിയോട് എന്തോ എന്തോ പോലെ എനിക്കിങ്ങനെ ഒരു ഫീലിങ്സ് ആരോട് തോന്നിയിട്ടില്ല. എന്തോ പോലെ മീൻസ് യു മീൻ ലവ്? അങ്ങനെ വേണമെങ്കിൽ പറയാ. നിനക്ക് ഹാബേലിനെ കണ്ടപ്പോ തോന്നിയ അതേ ഫീലിങ്സ്. അതെന്തായാലും കറക്കി. പക്ഷെ അവള് നാളെ പോവാടാ തിരിച്ച്. അതിനു മുന്നേ തനിക്ക് കൺഫ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്ക്. ഞാൻ അതിനെന്തെങ്കിലും വഴിയുള്ളത് ഉണ്ടാക്കി തരാം. ആദ്യം കയറി പറ്റിക്കോണം. നിങ്ങളുടെ കൃതിമോള് പോകും പോലെ ഞങ്ങളുടെ ലയമോക്ക് നാളെ പോകാനുള്ളതാ. പിന്നെ കൃതിക്ക് 6 മാസം കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? നാളെ തന്നെ എൻഗേജ്മെന്റ് നടത്തിയാലോ? എന്നാ പിന്നെ കല്യാണം അവരൊക്കെ വന്നിട്ടാക്കാം. നാളെ ആക്കിയാ പിന്നെ എങ്ങനെയാ? നമുക്ക് ഒരുങ്ങണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം. കൃതിമോക്കും ലയമോക്കും ഇപ്രാവശ്യം പങ്കെടുക്കാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം നമുക്ക് ഗ്രാൻഡ് ആക്കി നടത്താം വിവാഹേ. അയ്യോ, പറ്റില്ല. എന്റെ അനുവിന്റെ വിവാഹത്തിന് ഞാൻ എന്റെ പാർട്ട്ണറുടെ കൂടെ കപ്പിൾ ഡാൻസ് നടത്തുന്നൊക്കെ ഉള്ളത് എന്റെ വലിയൊരു ആഗ്രഹം. അതൊക്കെ വെള്ളത്തിലാവൂലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് ഈവനിങ് അങ്ങ് ഡാൻസ് കളിച്ചേക്ക്. അഡ്വാൻസ് ആയി. ഓക്കെ, അഡ്വാൻസ് ആയി കളിക്കാം. പക്ഷേ പാർട്ട്ണർ വേണ്ടേ? ഇവളിപ്പോൾ സിംഗിൾ അല്ലേ അച്ഛാ? ലയ, കപ്പിൾ ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തോട്ടെ തന്റെ കൂടെ. ആ, ഇപ്പോഴേ ഞാൻ ഓർത്തെ. എന്റെ സൂര്യ നന്നായി ഡാൻസ് ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും അഡ്വാൻസ് ആയി ഡാൻസ് കളിച്ചിട്ട് പോ. താങ്ക് യു അനു, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തോ. ഞങ്ങൾ പോയി റിങ്ങും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം എൻഗേജ്മെന്റിലുള്ള. നിങ്ങളുടെ അഡ്വാൻസ് ഷോ കണ്ടിട്ട് ഇന്നങ്ങ് പിരിയാന്നേ. ഈവനിങ്ങിന് കാണിക്കണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നാളെ ഏർലി മോർണിംഗിനാണ് എന്റെ ഫ്ലൈറ്റ്. ഷാൽ വി സ്റ്റാർട്ട്? യെസ്, ഐ ആം റെഡി. ആദ്യം ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നോക്കാം. Okay, I got it. Shall I try? Oh, you extremely talented. Shall we do it together? Why not? Come on. Just do it like this. 1, 2, 3, 4. ഈ കളർ മൂക്ക് നന്നായിട്ട് ചേരും. നമുക്ക് ഈ കളർ എടുത്താലോ? എന്ത് പറയുന്ന ആബേൽ നീ? അതവക്ക് ചേരുന്നുണ്ട്. എന്നാ അതെടുത്തോമ്മ. അബി, ലുക്ക് ദിസ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഞാനിതെടുത്താലോ? ഓക്കെ ആണോ? അനു, സൂപ്പർ ആയിട്ടുണ്ട്. അതെടുക്ക്. ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. എന്തായി നിങ്ങളുടെ ഡാൻസ്? വേഗം ഡാൻസ് കളിച്ചിട്ട് പോയി പെട്ടി പാക്ക് ചെയ്യാൻ നോക്കില്ലേ ചേച്ചി? ഞങ്ങളുടേതും കഴിഞ്ഞെന്ന് പറയാം. നിങ്ങൾ റെഡിയാണോ കാണാൻ? എങ്കിൽ കളിക്ക്, ഞങ്ങൾ കാണട്ടെ. എന്താ നിനക്കിപ്പോ പോകാനോ? വേഗം ആവട്ടെ.
രണ്ടുപേരും അടിപൊളിയായി കളിച്ചു. എന്റെ ചേച്ചി കളിക്കുന്ന എനിക്കറിയായിരുന്നു, പക്ഷേ നീ എന്നെ അത്ഭുതപ്പെടുത്തി സൂര്യ. അതെ സൂര്യ, താൻ നന്നായി ഡാൻസ് കളിച്ചു. ഞാൻ ഇത്രത്തോളം എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. എനിവേ താങ്ക്സ്. ഇവളുടെ വിവാഹത്തിന് എന്റെ പാർട്ട്ണറൊപ്പം ഒരു ഡാൻസ് ചെയ്യാന്നുള്ളത് എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ഇനിയിപ്പോ അത് നടന്നില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും നടന്നല്ലോ. താങ്ക് യു വെരി മച്ച് സൂര്യ. എന്നാ ഞാൻ പോയി എന്റെ പെട്ടി പാക്ക് ചെയ്യട്ടെ. ഇപ്പൊ പോയാലേ ഏർലി മോർണിംഗിന്റെ ഫൈറ്റിന് അവിടെ എത്തുള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. എന്താടാ ഡാൻസിന്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടില്ലേ? അബി ഹീസില്ല. എന്തായാലും കൃതി ചേച്ചിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതില്ലേ? എന്നാ ഞാൻ ലയം കൂടി ഒരുമിച്ച് ഡ്രോപ്പ് ചെയ്തേക്കാം. എന്ത് പറയുന്ന വെച്ചാ? അത് നല്ല ഐഡിയ. എന്നാ ചെല്ലു മക്കളെ. കൊച്ചർക്ക, എന്റെ ഫ്ലൈറ്റ് ഇപ്പൊ ഒന്നല്ല. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ വന്നിട്ട് എനിക്ക് ബോറടിക്കൂലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ കാര്യം വരാം. നിങ്ങൾ മുന്നേ പെട്ടോ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ നിന്റെ ചാട്ട് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് നീ അവളോട് കാര്യം പറഞ്ഞേക്ക്. ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ലേ? മനസ്സിലായ സ്ഥിതിക്ക് ഈ അഡ്ജസ്റ്റ്മെന്റിന് നന്ദിയുണ്ട്. താങ്ക്സ്. നിന്റെ അമ്മായിയപ്പന് പോയി കൊണ്ടുകൂട്. എനിക്ക് വേണ്ട. എനിക്കൊരു കാര്യം വേണം. നീ ഇനി മുതൽ എന്നെ വാട്ടർ ഡോക്ടർ എന്ന് വിളിക്കരുത്. എന്നെ സൈക്കാട്രിസ്റ്റ് എന്ന് വിളിക്കണം. സൈക്കാട്രിസ്റ്റ് കൃതിക കശ്യപ്. മനസ്സിലായോ? എങ്കിൽ മാത്രമേ ഞാനിത് കൂട്ടു നിൽക്കൂ. അത്രയുള്ള കാര്യം. വാട്ടർ ഡോക്ടർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ആക്കണം, സൈക്കാട്രിസ്റ്റ്. അതെ, അതുകൊണ്ട് ഞാൻ അത് വിളിക്കാം. സെറ്റപ്പോ. എന്നാ ബൈ ചേച്ചി. ഇനി നമ്പാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പോയി സേഫ് ആയി കൊണ്ടാക്കിവാ. എന്നാ നമുക്ക് പോകാം. തനിക്കൊരു ബുദ്ധിമുട്ടായോ? ഇറ്റ്സ് ഓക്കേടാ, പോകാം. എടാ ലയ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് ഇത്തിരി സീരിയസാ. ഞാനത് സീരിയസ് ആയി തന്നെ പറയുക. എനിക്കിതുവരെ ആരോടും ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ഇപ്പോ തന്നോട് എന്നോട് ഫീലിങ്സ് ഉണ്ടോന്ന് തന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്കെന്തോ ഒരു ഫീലിങ്സ് തോന്നിയതാ. പിന്നെ ഒന്ന് ഇന്ററാക്ട് ചെയ്തപ്പോ അതൊന്നും കൂടി കൂടി വന്നു. അതിപ്പോ പറയണമെന്ന് എനിക്ക് തോന്നി. തന്റെ ഡാൻസ് പാർട്ട്ണർ മാത്രമല്ല, ലൈഫിനെ പാർട്ട്ണർ കൂടി ആക്കാൻ നീ എനിക്കൊരു പെർമിഷൻ തരികയാണെങ്കിൽ. ലൈഫ് പാർട്ട്ണറോ? നീ എന്നെ പ്രപ്പോസ് ചെയ്തതാണോടാ? എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാരക്ടർ അടിപൊളിയാണ്. ബട്ട് എനിക്കിപ്പോ അതിനെ പറ്റിയൊരു സാഹചര്യത്തിലല്ല. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ചില ലക്ഷ്യങ്ങളുണ്ട്. അതിനുശേഷം ഞാൻ മടങ്ങി വരാം. അപ്പൊ എന്തായാലും നിനക്കായിരിക്കും പ്രയോറിറ്റി. അതുകൊണ്ട് കീപ് ഡാൻസിങ്. ഐ വിൽ ബാക്ക്. ദാറ്റ് മീൻസ് ചെറുതായിട്ട് നീ എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തെന്നല്ലേ? അങ്ങനെ വേണമെങ്കിലും പറയാം. ഓ, എയർപോർട്ടെത്തി. എന്നാ നീ വണ്ടി ഒതുക്ക്, ഞാൻ പോട്ടെ. നമുക്ക് വീണ്ടും ഒരുമിച്ച് ഡാൻസ് കളിക്കാനുള്ളതാ സൂര്യ. സോ ഡോണ്ട് സ്റ്റോപ്പ് ഡാൻസിങ്. ഓക്കെ, ബൈ. I never gonna stop dancing. Okay, bye dear. ഇനിയിപ്പോ ചേച്ചി എത്ര നേരം കാത്തിരിക്കണം? ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്തായടാ? അക്സെപ്റ്റ് ചെയ്തോ? അങ്ങനെ വേണമെങ്കിലും പറയാം. എന്തായാലും പോസിറ്റീവാണ് റിപ്പോർട്ട്. എന്നാ താൻ ഇവിടെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യ്. എനിക്ക് കുറച്ചുകൂടി ഷോപ്പിംഗ് ഉണ്ട്. ഓക്കെ, ബൈ. പെട്ടെന്ന് വരുന്ന ചേച്ചി, എനിക്കിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുക. ഞാൻ ഗെയിം കളിച്ച് മടുത്ത്. ഇനി കട്ടാക്കിയോ? എന്നാ പിന്നെ അനുവിനെ വിളിച്ചു നോക്കാം. എന്തായി അവിടുത്തെ കാര്യങ്ങളെന്ന് അറിയാലോ. ഹലോ, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഏകദേശം പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പിന്നെ എന്തായി അവിടുത്തെ കാര്യങ്ങള്? ഇവിടെ ഏകദേശം സെറ്റാ. അബി ഇപ്പൊ എന്തോ കുറച്ച് സാധനം വാങ്ങാണ്ടെന്ന് പറഞ്ഞ് പുറത്ത് പോയിട്ടുണ്ട്. എനിക്ക് നീ വീഡിയോ കോളിലിട്. എനിക്ക് അമ്മ ഒരുങ്ങിയതൊക്കെ ഒന്ന് കാണണം. വേഗാവട്ടെ. വീഡിയോ കോളിലോ? ഓ, എന്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ ആ സിസ്റ്റത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ജസ്റ്റ് വെയിറ്റ് 2 minutes. ഇപ്പൊ കാണുന്നില്ലേ? ഇനി സംസാരിച്ചോ. അമ്മ, അതാ സൂര്യ. എന്തായി നിങ്ങൾ രണ്ടുപേരെയും ഒരുങ്ങിയോ? ഡാ കൊച്ചർക്ക, ഞാനാണ് കല്യാണ പെണ്ണ്. എന്നോടല്ല ചോദിക്കണ്ടേ? അല്ലാതെ ഇവരെന്തൊരുങ്ങാനാ? ഞാൻ ഒരുങ്ങി. പിന്നെ നിന്റെ അമ്മ പണ്ടേ സുന്ദരിയല്ലേ. ഒരുങ്ങിയാലും ഇല്ലെങ്കിലും ആരും കല്യാണ പെണ്ണിനെ നോക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മയെ നോക്കുള്ളൂ. നിന്റെ അച്ഛൻ എന്തോ കാര്യം സാധിക്കാനുണ്ട്. അല്ലാത്ത പക്ഷം എന്നെ ഇങ്ങനെ പൊക്കി പറയാറില്ല. ഇതെന്തിനോ ഉള്ള ഒരുക്കാണ്. ഇനിയിപ്പോ വേറെ വല്ല പെണ്ണ് കെട്ടാനാണോ അമ്മ? ഒന്ന് കെട്ടിയപ്പോ തന്നെ എനിക്ക് മതിയായി. നിന്റെ അമ്മ ഒരു 100 തൊല്ലിയാ. ഇനി എനിക്ക് വേണ്ടായേ. ആരാവിടെ? എന്താനു? എന്താ പ്രശ്നം? ആരാ ഇവിടെ വന്നേ? അനു, ആരാ അവന്മാര്? അമ്മയൊന്ന് ചെയ്യില്ലെന്ന് പറ. അവനെ വിളിക്കാനു. അവരെ വിടാനാ പറഞ്ഞേ. എന്റെ വീട്ടിൽ കയറി വന്ന് ഇതാ ഇങ്ങനെ തോന്നിയാസം കാണിക്കാൻ മാത്രം എവിടെ നിന്ന് കിട്ടിയടാ നിങ്ങൾക്കൊക്കെ ഇത്ര ധൈര്യം?
ചേച്ചി ചേച്ചി ആബേലിനെ ഒന്ന് വിളിക്ക്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പെട്ടെന്ന് വേണം ചേച്ചി. വീട്ടിൽ എന്ത് നടക്കുന്നുണ്ടെന്നാ? ഒന്നും നടക്കില്ല, ഞാൻ വിളിക്കാം. നീ ഇങ്ങനെ കിടന്ന് കരയാതെ. അബേൽ ഫോൺ എടുക്കാം. അബേൽ വേണ്ട. നോ സ്റ്റോപ്പ് ഇറ്റ്. അവളെ ഒന്നും ചെയ്യണ്ട. ബിക്കോസ് അത് എന്റെ സന്താനം. അവളെ വെറുതെ വിട്ടേക്ക്. അവരുടെ കാര്യം നോക്കും. അച്ഛൻ എന്തേ പറഞ്ഞ്? അച്ഛൻ ചതിക്കായിരുന്നു ഇവരെ. നീ എനിക്ക് ചതിയായിരുന്നു മാധവ ഈ വിവാഹം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ തീർത്തേക്ക്. ദാ എന്റെ കുടുംബത്തെ വെറുതെ വിട്ടേക്ക്. മോളെ ആനോ, നിന്നെയും ചേച്ചിയൊക്കെ പഠിപ്പിക്കാൻ ഒത്തിരി ക്യാഷ് വേണ്ടേ? ഇവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ശത്രുക്കളും. ഇവരുടെ ശത്രുക്കളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ എനിക്ക് എന്റെ കാര്യം നടക്കും, അവർക്ക് അവരുടെ കാര്യം നടക്കും. സോ എനിക്ക് കിട്ടിയ കൊട്ടേഷൻ പ്രകാരം ഞാൻ പോലീസ് എന്നുള്ള രീതി ഒന്ന് മാറ്റി ചിന്തിച്ചു. സോ ഇവർ തീർന്നെന്ന് കരുതി നമ്മുടെ രാജ്യത്തിന് ഒന്നും വരാൻ പോകുന്നില്ല. എന്റെ കൊട്ടേഷൻ അനുസരിച്ച് ഇവരുടെ കുടുംബം മൊത്തം തീർന്നു. അതാ കണക്ക്. ഇങ്ങനെ ചെയ്യല്ലേ, ഇവർ പാവം. പ്ലീസ് എന്നെ ഓർത്ത് ചെയ്യല്ലേ, പ്ലീസ്. എന്നെ തൊടുന്നതേ റിസ്ക, പിന്നെയല്ലേ എന്റെ കുടുംബത്തെ തൊടുന്നത്. ലെറ്റ്സ് ഷോ ഇറ്റ് ഹൂ ഈസ് മൈക്കിൾ ആൻഡ് മൈ പവർ. മൈക്കിളെ, നീ ഒരു പൊടിക്കങ്ങാടുങ്ങ്. നിന്റെ ഫാമിലി ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ മറന്നു പോകാതെ. നിന്റെ പൊന്നുമോനില്ലേ സൂര്യ, അവന്റെ കാര്യം ഞാനങ്ങ് തീരുമാനമാക്കും. അവനെ കൊല്ലാനുള്ള ആളുകളെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്, ഒപ്പം കൃതിയും. പിന്നെ ആബേൽ, അത് സിമ്പിൾ അല്ലേ? മാധവ, നീ വേണമെങ്കിൽ എന്നെ കൊല്ല്, എന്നിട്ട് ഇവരൊക്കെ വെറുതെ വിട്. അതല്ലേ ന്യായം? സോറി മൈക്കിൾ, ഇങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ കിട്ടാനുള്ള ക്യാഷ് കിട്ടൂ. ഐ എം റിയലി സോറി. പിന്നെ അനു, ആബേലിനെ അങ്ങ് മറന്നേക്ക്. അവന്റെ കാര്യം ഇന്ന് ഞാൻ തീരുമാനമാക്കും. മൈക്കിൾ, എന്ത് പണിയാടി കാണിച്ച്? എന്നെ കൊല്ലി മാധവ്, അവളെ വെറുതെ വിടും പ്ലീസ്. എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത്? പ്ലീസ്. എനിക്കൊന്നുമില്ല. നീ ഇങ്ങനെ കരയാതെ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ നോക്കൂ. എനിക്കൊന്നുമില്ല, പോകാനല്ലേ പറഞ്ഞു. പ്ലീസ് കണ്ണടക്കല്ലേ മൈക്കിൾ, പ്ലീസ്. മാധവ്, എന്നെ കൊന്നേക്ക്. അവളെ വെറുതെ വിട്ടു. അവക്ക് എന്തെങ്കിലും പറ്റിയ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. പ്ലീസ്, ഷീസ് മൈ എവറിത്തിങ്. പ്ലീസ്. ഐ എം സോറി മൈക്കിൾ. നിന്റെ കുടുംബത്തോടെ തീർക്കാനാ എനിക്ക് കിട്ടിയ ഓർഡർ. അതനുസരിച്ച് ചെയ്താലേ എനിക്ക് ക്യാഷ് കിട്ടുമോ. ഒപ്പം സൂര്യയും മൈക്കിളും കൃതിയും. ഓക്കെ? മൈക്കിൾ കണ്ണു തുറക്കും. മൈക്കിൾ, മൈക്കിൾ പ്ലീസ് എന്നെ വിട്ടു പോകല്ലേ. മൈക്കിൾ പ്ലീസ്. മൈക്കിൾ, മൈക്കിൾ, മൈക്കിൾ അവളെ ഒന്ന് ചെയ്യല്ല പ്ലീസ്. മാധവ് പ്ലീസ്, അവളൊന്ന് ചെയ്യല്ല പ്ലീസ്. പ്ലീസ് മാധവ്. കണ്ണടക്കാതെ അമ്മ. അച്ഛൻ എന്ത് പണിയാ ചെയ്ത്? നമ്മെ വിശ്വസിച്ച് വന്നതല്ലേ അവര്. അവരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റോ? ഇടനെ ഇപ്പോ വേണമെങ്കിൽ മോക്ക് ഇത്തിരി സങ്കടം തോന്നിയേക്കാം. അതൊന്നും സാരല്ല മോളെ. നമുക്കിത്തിരി ക്യാഷോ കിട്ടുമ്പോ പിന്നെ ആബേൽ എന്നല്ല ആരെയും മറക്കാം. മനസ്സിലായോ? മോളിപ്പോ വണ്ടി കയറാനല്ലേ പറഞ്ഞേ? അമ്മ, അവർ ചതിക്കായിരുന്നല്ലേ അമ്മ? അമ്മ, നമ്മൾ പറഞ്ഞതാ തെറ്റ്. അവർ പറഞ്ഞതാ ശരി.
ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, ആരെയും. ആബേലെ, സൂര്യ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു. വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കരച്ചിലായിരുന്നു. നീ ഒന്ന് പോയി നോക്കിക്കേ. വീട്ടിലെന്താ? അവനൊന്നും കൂടി വിളിച്ചു നോക്ക്, എന്താ കാര്യം ചോദിക്ക്. ഞാൻ വിളിച്ചു, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ബട്ട് ആൻസർ ഇല്ല. ചേച്ചി, സംതിങ് ഈസ് റോങ്. എന്റെ പിന്നാലെ 1-2 പോലീസ് വാഹനമുണ്ട്. ദാറ്റ് മീൻസ് അനുവിന്റെ അച്ഛൻ നമ്മളെ ചതിച്ചിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഫോൺ അങ്ങ് ഒഴിവാക്കിയേക്ക്. എന്നിട്ട് സൂര്യയും കൊണ്ട് നല്ലൊരു സേഫ് ആയ പ്ലേസിലേക്ക് മാറും. പെട്ടെന്ന് വേണം, ഇറ്റ്സ് വെരി അർജന്റ്. എന്താ ഏമാമാരെ, വീട്ടിലേക്ക് പോവാൻ ഇത്ര തിരക്കാണോ? ഞാനിവിടെ നിൽക്കല്ലേ, സംസാരിച്ചിട്ട് പോവാന്നേ. താൻ പറഞ്ഞത് ശരിയാവല്ലേ, ഇത്തിരി നേരം സംസാരിക്കാം. ഇല്ലെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതെനിക്ക് 100% ഷുവറാണ്. ദാറ്റ് മീൻസ് ഞാൻ കുറച്ചു നേരം സംസാരിക്കാം. തന്റെ അച്ഛനും അമ്മയും ഇപ്പോ എന്റെ ആളുകളുടെ കസ്റ്റഡിയിലാണ്. ഹൗ ഡെയർ യു! തന്നെ ജയിക്കാൻ എനിക്ക് തന്നെ പോലെ വഞ്ചിക്കണ്ട. ജസ്റ്റ് വെയിറ്റ്. പൊടിക്കങ്ങാട്ടങ്ങാപ്പേലെ, താനായിട്ട് കീഴടങ്ങി തന്ന തന്റെ പുന്നാരങ്ങിനെ ഞാൻ വെറുതെ വിടാം. അതുപോലെ തന്നെ മൈക്കിളിനെയും അമ്മയെയും ഞാൻ വെറുതെ വിടാം. എന്താ പറയുന്നു? എന്നെ കൊല്ല്, അവരെ വെറുതെ വിട് പ്ലീസ്. എന്നെ കൊന്നിട്ട് താൻ എങ്ങനെ അനുവിന്റെ മുഖത്തേക്ക് നോക്കും മിസ്റ്റർ? എന്നെ നിങ്ങൾ ഒരുപാട് വട്ടം കറക്കിയതാ. അപ്പോ ചാവുന്നതിന് മുന്നേ നീ അത് കൂടി അങ്ങ് കേക്ക്. എന്റെ അനു, അതായത് ഡോക്ടർ അനു മാധവ് തന്നെ ഇട്ടങ്ങ് കളിപ്പിക്കുകയായിരുന്നു. അവള് കാണിച്ച പ്രേമൊക്കെ നാടകമായിരുന്നു. അനു 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 ചതിക്കായിരുന്നു, അവൾ ആക്ട് ചെയ്യായിരുന്നു. തനിക്ക് ഈ ലോകത്ത് നിന്ന് പോകാൻ ടൈമായി ആബേൽ. അപ്പോൾ ചാവുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി കേട്ടോ. തന്റെ അച്ഛനെയും അമ്മയെയും തീർത്തിട്ടാണ് ഞാൻ തന്റെ അടുത്ത് വന്നത്. You bloody bastard. ഓ, ദാറ്റ് വാസ് പെർഫെക്റ്റ്. ഇനി ബാക്കി 2 പേർ അവരെ കാര്യം തീരുമാനമാക്കിയ എനിക്ക് കിട്ടാനുള്ളത് കിട്ടും. സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ആബേൽ, ഇത് താനായിരിക്കരുത് പ്ലീസ്. ആബേൽ, നീ തന്നെയാണോടായത്? ഞങ്ങളോട് 2 പേരോട് സേഫായി നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ 3 പേരങ്ങ് പോയല്ലേ. ഇനി ഇനി എന്തിനാടാ ഞങ്ങൾ 2 പേരും ഇങ്ങനെ ജീവിക്കുന്നേ? ആബേൽ, നീ ആബേൽ, heartbeat, that means എന്റെ ആബേല് 15 ദിവസം ആട്ടുവാനൊക്കില്ലാതെ ഹോസ്പിറ്റലിൽ കടന്നത്. അവൻ എണീറ്റ് 3-ാം ദിവസം തന്നെ നിന്റെ അച്ഛനോട് പ്രതികാരം വീട്ടുകയും ചെയ്തുലയാ.
അപ്പോ അച്ഛന്റെ മരണം അത് കാർ ആക്സിഡന്റ് ആയിരുന്നില്ലേ? നോ, അന്ന് മയങ്ങി വീണ സൂര്യ പിന്നെ ഉണർന്നത് പാട്രിക് ആയിട്ടാണ്. ഈ ലോകത്ത് ഒരു കുറ്റവും ചെയ്യാൻ മടിയില്ലാത്ത പാട്രിക് ആയിട്ട്. എൻ്റെ ആബേലിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എൻ്റെ സൂര്യക്ക് മാത്രമേ കഴിയുള്ളൂ. എൻ്റെ ആബേൽ അന്ന് യൂസ് ചെയ്ത് തുടങ്ങിയതാ ഡ്രഗ്സ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ ഇതിലേക്ക് ലയ വലിച്ചിട്ടത്? നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ പാട്രിക്കും ലയയും തമ്മിലുള്ള 7 വർഷത്തെ മീറ്റിംഗ് അത് നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തതാണെന്ന്. അതെന്റെ ആബേലിനെയും സൂര്യയെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എൻ്റെ അവസാന ശ്രമമായിരുന്നു. ജസ്റ്റ് ബിക്കോസ് അവൻ എല്ലാ രാത്രികളിലും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ പഴയ സൂര്യ തിരിച്ചു വരാറുണ്ട്. സോറി ചേച്ചി, ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ചേച്ചിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ സൂര്യ എങ്ങനെയെങ്കിലും മടങ്ങി വന്ന എനിക്ക് എൻ്റെ അബേലിനെയും കിട്ടും. അവൻ കരുതിയിരിക്കുന്നത് ഞാൻ ചതിച്ചിട്ടെന്ന എൻ്റെ കണ്ണീര് കാണാൻ വേണ്ടിയാ എൻ്റെ അബേൽ നടക്കുന്നത്. ഞാൻ കരയാൻ എത്ര വേണമെങ്കിലും റെഡിയാണ്. ബട്ട് എനിക്ക് അവനെ വേണം ചേച്ചി, അതുകൊണ്ട് പറ്റിപ്പോയത്. ഐ ആം സോറി. Can I ask you something, Dr. Kriti? ഇത്രയും ഫേമസ് ആയുള്ള സൈക്യാട്രിസ്റ്റിന് എന്തുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല? അവിടെയാണോ ഞാൻ തോറ്റുപോയത്. കഴിഞ്ഞ 6 വർഷമായിട്ട് അവന് മെഡിസിന് റിയാക്ട് ചെയ്തില്ലായിരുന്നു. ബട്ട് അവൻ കഴിഞ്ഞ 6 മാസമായിട്ട് റിയാക്ട് ചെയ്തു തുടങ്ങി. ജസ്റ്റ് ബിക്കോസ് ലയ വന്നതൊന്നുകൊണ്ട് മാത്രം. ബട്ട് അവൾ ചെയ്തതോ അവളുടെ അച്ഛൻ ചെയ്ത പോലെ. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. അറിയില്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. അന്ന് ഞാൻ ചതിക്കായിരുന്നു എന്നറിഞ്ഞപ്പോൾ സൂര്യ കരഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. ബട്ട് പാട്രിക്, അവൻ എനിക്ക് പേടിയാ. എനിക്ക് പേടിയാ. ചേച്ചിക്കൊരു കാര്യം അറിയോ? എൻ്റെ സൂര്യക്ക് മാത്രമേ ഞാൻ ആബേലിനെ ചതിക്കുകയല്ലായിരുന്നു പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. എൻ്റെ സൂര്യ മടങ്ങി വരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തത്. എൻ്റെ ആബേലിനെ ഇപ്പോൾ കണ്ടത് ചേച്ചിയുടെ മരണമാണ്. ചേച്ചി മരിച്ചാൽ മാത്രമേ ഞാൻ കരയുന്ന അവനറിയാം. പക്ഷെ അവനറിയില്ലല്ലോ കഴിഞ്ഞ 7 വർഷമായി ഞാൻ നെഞ്ചു പൊട്ടി കരയാണെന്ന്. എനിക്ക് ഇനിയും ഇങ്ങനെ താങ്ങാൻ വയ്യ. എൻ്റെ സൂര്യ, എൻ്റെ ആബേൽ എനിക്ക് നഷ്ടമായിടത്തോളം ആർക്കും ഇതുവരെ ഒന്നും നഷ്ടമായിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ മാറിത്തരാം. തനിക്ക് പറ്റുമെങ്കിൽ പാട്രിക്കിനെ സ്നേഹിക്കാൻ നോക്ക്. എങ്കിൽ മാത്രമേ സൂര്യ തിരിച്ചു വരൂ. സൂര്യ വന്നാലേ ആബേൽ മടങ്ങി വരൂ. പ്ലീസ്, യു ക്യാൻ. പാട്രിക്, അവനെ എനിക്ക് പേടിയാ. എന്നോട് പറയരുത് പ്ലീസ്. ബട്ട് എനിക്കെൻ്റെ സൂര്യയോട് മാപ്പ് പറയണം. ഞാൻ അവനോട് ചെയ്തതിന് എല്ലാത്തിനും മനസ്സറിഞ്ഞൊന്ന് മാപ്പ് പറയണം. സൂര്യ, എനിക്ക് നിന്നോട് മനസ്സറിഞ്ഞ് സോറി പറയണമെന്നുണ്ട്. പക്ഷെ ഒരു സോറി കൊണ്ട് തീർക്കാൻ പറ്റുന്ന തെറ്റല്ല ഞാൻ നിന്നോട് ചെയ്തത്. Why you looking so sad, Leia? നീ എന്നെ തെരഞ്ഞ് വീണ്ടും എൻ്റെ റൂമിലേക്ക് വന്നതിനർത്ഥം? പാട്രിക്, എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. എനിക്ക് സൂര്യയെ വേണം. ഐ വാണ്ട് മൈ സൂര്യ ബാക്ക്. What the heck are you talking, Leia? വേണം പാട്രിക്, എൻ്റെ സൂര്യയെ എനിക്ക് തിരിച്ച്. എനിക്ക് അവനെ സ്നേഹിക്കണം. വീണ്ടും അവൻ്റെ അത് മാത്രമാകണം. ഇത് പറയാനാണോ ലയ താൻ ഈ ഓടിക്കതച്ച് എൻ്റെ അടുത്തേക്ക് വന്നേ? I already told you, you belongs to me, not സൂര്യ. ഈ പാട്രിക്കിൻ്റെതാണ്. സോ ഞാൻ തന്നെ 2 ദിവസം ഞാൻ അതിങ്ങോട്ട് എടുക്കുക. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. സോറി, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ ലയ. ഇങ്ങനെയുള്ള വേദനകൾ എനിക്ക് ഒത്തിരി ഇഷ്ടം. അതും നിന്റെ അടുത്തുണ്ടാകുമ്പോൾ ഒത്തിരി. സോ ഐ വാണ്ട് more പെയിൻ ലൈക്ക് ദിസ്. കം ലയ, കം. വാ ലയ, വരാനല്ലേ നിന്നോട് പറഞ്ഞേ?
Please, Patrick, don't do this, Patrick. Just trust me, Leia. I will be gentle and very sweet. Please, Patrick, please. Abel, can I open the door? Abel, please stop this. ഇങ്ങനെ പോയാൽ തനിക്ക് 1-2 വർഷമേ ജീവിതം ബാക്കിയുണ്ടാവും. എന്റെ അടുത്തേക്ക് വന്നു പോകരുത്. നീ പറയുന്നുണ്ടല്ലോ 2 വർഷം കൊണ്ട് ഞാൻ മരിക്കുന്നു. ഞാൻ എന്നോ മരിച്ചു പോയതാടി. എന്റെ സൂര്യ എങ്ങാനും തിരിച്ചു വന്നാലോ എന്ന് കരുതി മാത്രം ഞാനിവിടെ നിൽക്കുന്നത്. ഇതെനിക്ക് ഓർമ്മ കാണുമല്ലോ. ഇതെന്റെ ശരീരത്തിലേറ്റ മുറിവല്ല, എന്റെ മനസ്സ് 4 പിളർത്തിയതാണ്. നീ അത് മറന്നു കാണുന്നറിയാം. കാരണം നീയൊക്കെ അങ്ങനെയല്ലേ, നിന്റെ അച്ഛൻ്റെതല്ലേ ബാക്കി. ഞാൻ തന്നെ വഞ്ചിച്ചു എന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു ആബേൽ തനിക്ക്? ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യുമില്ല. അത് സൂര്യക്കറിയാം, സൂര്യ കണ്ടതാന്നല്ല. അങ്ങനെ അറിയാൻ ഞാൻ ആരെയും ചതിക്കില്ല. എന്റെ സൂര്യക്ക് മാത്രമേ അത് മനസ്സിലാവൂ. കിടന്ന് കള്ളക്കണ്ണീർ ഒഴിക്കാതടി. എങ്കി അവനോട് പറയാൻ പറ, സൂര്യയോട് പറയാൻ പറ നീ എന്നെ വഞ്ചിച്ചിട്ടില്ലെന്ന്. അവൻ പറയുകയാണെ ഞാൻ വിശ്വസിക്കാം. പറ്റുമോ തനിക്ക്? അവനെ കൊണ്ടുവരാൻ പറ്റുമോ? അബിൽ പ്ലീസ്, എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്ക്. സൂര്യ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക മാർഗാണ് ലയ. നീ ലയെ കൊന്നാൽ ഒരിക്കലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല. ലയ അവൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു. അവക്ക് നടന്ന സംഭവങ്ങളൊന്നും അറിയത്തില്ല. പ്ലീസ് എന്നെ മനസ്സിലാക്കാബേ. ലയ തന്റെ സിസ്റ്റർ, അവളെ ഒരു ദിവസം അങ്ങ് രുചിച്ചു നോക്കിയ പാട്രിക്കിന് മതിയായിക്കോളും. പിന്നെ അതിനുശേഷം ഞാൻ അവളെ തീർത്തിരിക്കും. നീ കാത്തിരുന്നു. അതോടുകൂടി എനിക്ക് നിന്റെ കണ്ണീര് കാണാൻ പറ്റൂ. ഞാൻ കരഞ്ഞതുപോലെ നീ കരയണം. ഒരു ദിവസം നിന്റെ സൂര്യ തിരിച്ചു വരുവാതെ ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലെന്ന് അന്ന് തനിക്ക് മനസ്സിലാവും. അതുവരെ പ്ലീസ് ദൈവത്തെ ഓർത്ത് ഇങ്ങനെ ചെയ്യലാബേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലടി, തൊട്ടിട്ടുള്ള അഭിനയം വേണ്ടാന്ന്. ദൂരെ നിന്നിട്ടുള്ളതും മതി. ഞാൻ ഒരിക്കൽ വിശ്വസിച്ചതാ, ഇനി അത് വിശ്വസിക്കാൻ ഞാൻ അത്ര പൊട്ടനൊന്നല്ല. പിന്നെ തന്റെ ലയേച്ചില്ലേ, ലയേച്ചിയുടെ കാമുകൻ ഗൗതം അവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന അവനെ ഞാനങ്ങ് തീർത്താലോ? അതാകുമ്പോ എന്തായാലും ലയ കരയും. ലയ കരയുമ്പോ ഞാൻ അവളെ തീർക്കും. അപ്പോ നീ കരയും. വാവ്, ദാറ്റ്സ് സോ സെക്സി, ഈസ് ഇറ്റ്? അബേ വേണ്ട, അങ്ങനെ ചെയ്യരുത്. ചെയ്യണം. ഓരോരുത്തരായി നഷ്ടപ്പെടുമ്പോ അതിന്റെ വേദന നീ അറിയണം. എനിക്കല്ലേ അബേലെ കൂടുതൽ നഷ്ടപ്പെട്ടത് എന്റെ അച്ഛൻ. അതുപോലെ എന്റെ മകളായി കണ്ട ഒരു അച്ഛനും അമ്മയും, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സൂര്യൻ. ഇപ്പൊ ഇതാ നീയും. നിനക്ക് എന്റെ അച്ഛനും അമ്മയെയും കുറിച്ച് പറയാൻ ഒരു അധികാരവും ഇല്ല. അത് ഞാൻ നിനക്ക് തന്നിട്ടുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ പുറത്തേക്ക് വാ. വാടി ഇവിടെ ഇരുന്ന് മഴ കൊള്ളു. ഞാൻ ഈ മഴയത്ത് പോയി അവനെ തീർത്തിട്ട് വരാം. നീ ഈ മഴത്ത് നിന്റെ ചേച്ചി പൊട്ടിക്കരയുന്നതും ഗൗതം മരിക്കുന്നതും ആലോചിച്ച് ഇങ്ങനെ ഇരിക്ക്. വാട്ട് എ സെക്സി സീൻസ് ഇസ് ഇറ്റ്? ഇവിടെ ഇങ്ങനെ മഴ നനഞ്ഞിരിക്കുമ്പോ പണ്ട് ഞാൻ തന്ന ചുംബനങ്ങളെ കുറിച്ചും ആലോചിച്ചോ? ദാറ്റ്സ് ഓൾസോ സെക്സി. അബേൽ പ്ലീസ് അബേൽ, എനിക്ക് പേടിയാ അബേൽ. ഇടി അനു, ആർ യു ഓക്കേ? എനിക്ക് പേടിയാ അബേൽ. നീ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടല്ലോ. അവനെ കൊല്ലല്ലേ. എന്റെ ചേച്ചിക്ക് താങ്ങാൻ പറ്റില്ല. പ്ലീസ് അവനൊന്നും ചെയ്യല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് കൊണ്ട് ഇപ്പൊ ഒരു പ്രയോജനമില്ല. ഞാനങ്ങ് പോയാലോ? എനിക്ക് എന്തോ പോകണം. ഐ ആം സോറി. ഞാൻ കാരണം തന്റെ വിവാഹം വരെ മുടങ്ങി. ഞാൻ തന്നെ ഇതിലേക്ക് ഒരിക്കലും വലിച്ചിടാൻ കരുതിയിരുന്നില്ല. തന്നെ കുറിച്ച് എനിക്കൊരറിവില്ലായിരുന്നു. ഐ ആം റിയലി സോറി.
ഇറ്റ്സ് ഓക്കെ. താനിത് ചെയ്തതെല്ലാം നല്ലതിന് വേണ്ടിയല്ലേ. എന്നെ ഒന്ന് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. എനിക്ക് എൻ്റെ കയ്യിന് നല്ല പെയിനുണ്ട്. അന്ന് ആബേൽ അടിച്ചപ്പോൾ എൻ്റെ കയ്യിന് ഓ റിയലി? തൻ്റെ കൈയിനേക്കാളും വേദന തൻ്റെ മനസ്സിനാണെന്ന് എനിക്കറിയാം. തന്നെ ആബേൽ അനുവദിച്ച എന്തായാലും ഞാൻ പറഞ്ഞുവിടാം. താനൊരു കാര്യം ചെയ്യ്, കാണിക്ക്. വേണ്ട, അത് സാരമില്ല. കാണിക്ക്, ഞാനൊരു ഡോക്ടറാടോ. മതി, ദാറ്റ്സ് ഇറ്റ്. അടങ്ങിയിരിക്കടോ. കുറച്ചു നേരം മസാജ് ചെയ്താ കുറച്ച് പെയിനിന് റിലാക്സേഷൻ കിട്ടും. ലുക്ക് അനു, ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതിയോ തന്റെ ചേച്ചിയുടെ ഗൗതത്തെ? പ്ലീസ് ആബേൽ, അവനെ കൊന്നിട്ട് എന്ത് കിട്ടാനാ? പാട്രിക് പ്ലീസ്, ഞാൻ പറയുന്നത് കേക്ക്. നീ ചെയ്യുന്നത് ഇപ്പോൾ തെറ്റാണ് പാട്രിക്, മനസ്സിലാക്കുക. ഏറ്റവും ശരിയാണെന്ന് എനിക്കറിയില്ലല്ലയാ. ബട്ട് ഐ വാണ്ട് യു, ഐ എം ഗോയിങ് ടു ടേക്ക് യു. ഇനി പാട്രിക് എടുത്തതിന്റെ ബാക്കി ആ സൂര്യക്കുള്ളൂ.